സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ അനർഹരിൽ നിന്നും പെൻഷൻ തുക തിരിച്ചുപിടിക്കാൻ ധനവകുപ്പ് ഉത്തരവിറങ്ങി. അനർഹമായി കൈപ്പറ്റിയ തുക 18% പിഴപ്പലിശ സഹിതം തിരികെ ഈടാക്കും. ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനവകുപ്പിന്റെ ഉത്തരവിറക്കി. വിവരങ്ങളുമായി മാനസ കൂടി ചേരുന്നുണ്ട്. മാനസ, നടപടി കടുപ്പിക്കുകയാണ് ധനവകുപ്പ് അല്ലേ? ഇത്തരത്തിൽ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഒരു ഉത്തരവാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയിരിക്കുന്നത്. ഏതായാലും അനർഹരിൽ നിന്നും പെൻഷൻ തുക തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാണ് ഇറങ്ങിയിരിക്കുന്നത്. അനർഹരുടെ പെൻഷൻ അടിയന്തരമായി റദ്ദു ചെയ്യുകയും ഒപ്പം തന്നെ അനർഹമായി കൈപ്പറ്റിയ തുക 18% പിഴ പലിശ സഹിതം തിരികെ പിടിക്കാനുള്ള അല്ലെങ്കിൽ തിരികെ ഈടാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വിവിധ വകുപ്പുകൾക്കാണ് ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ കൈമാറിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ പരിശോധന, അതായത് ഈ പെൻഷൻ ലഭിക്കാനിടയാക്കിയ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കാനാണ് ധനവകുപ്പിന്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും 1458 പേരായിരുന്നു ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ വാങ്ങിയതായി കണ്ടെത്തിയത്. ഇതിനെ തുടർന്നാണ് സർക്കാർ ഉടൻ തന്നെ ഇത്തരത്തിൽ കർശന നടപടിയുമായി മുന്നോട്ട് പോയിരുന്നത്. അതിന്റെ ഒരു ഉത്തരവാണ് ഇന്ന് ഇറക്കിയിരിക്കുന്നത്. ശരി മാനസ, അനർഹമായി കൈപ്പറ്റിയ തുക 18% പിഴപ്പലിശ സഹിതം തിരിച്ച് ഈടാക്കാനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ നടപടി കടുപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങളാണ് മാനസ മനോജ് നൽകിയത്.